ഇന്ന് നമുക്ക് തിരൂർക്കാരുടെ ഏലാഞ്ചി ഉണ്ടാക്കിയാലോ. ഇനി ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് അരമുറി തേങ്ങ ചിരവിയതും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ദോശമാവ് ഉണ്ടാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ, 2 ഗ്ലാസ് വെള്ളം, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി കട്ട കെട്ടാതെ നമുക്ക് മിക്സാക്കി എടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു തവി ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നമുക്ക് ചുറ്റിച്ചെടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ ഇത് മൊരിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഭാഗവും മൊരിഞ്ഞ് വന്നാൽ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ദോശയിലേക്ക് നമ്മൾ മാറ്റി വെച്ച തേങ്ങ ഫില്ലിങ് നമുക്ക് ചേർത്ത് നന്നായി ഉരുട്ടിയെടുക്കാം. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ